ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിലാൽ ഇംഗ്ലീഷ് ഫ്ലുവൻസി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാറുള്ള ഇംഗ്ലീഷ് സെൻറ്റൻസുകളെ പറ്റിയാണ്. ഒന്നാമത്തെ സെൻറ്റൻസ്, കുട്ടികളെ അടിച്ചു വളർത്താത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇത് നമ്മൾ മിക്കപ്പോഴും യൂസ് ചെയ്യുന്നൊരു സെൻറ്റൻസ് തന്നെയാണ്. കുട്ടികളെ അടിച്ചു വളർത്താത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കുട്ടികൾ എന്തെങ്കിലുമൊക്കെ മോശപ്പെട്ട കാര്യത്തിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കിനും നമ്മൾ പറയുന്നതാണ്. ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ദി ആബ്സെൻസ് ഓഫ് കോർപ്പറൽ പണിഷ്മെൻറ്റ് ഈസ് ദി പ്രോബ്ലം നൗ എ ഡേയ്സ്. കോർപ്പറൽ പണിഷ്മെൻറ്റ്, അത് ഈ കുട്ടികളെ അടിച്ചു വളർത്തുന്നതിൻ്റെ പറയുന്നൊരു ഇംഗ്ലീഷ് വേർഡാണ് കോർപ്പറൽ പണിഷ്മെൻറ്റ്. ദി ആബ്സെൻസ് ഓഫ് കോർപ്പറൽ പണിഷ്മെൻറ്റ് ഈസ് ദി പ്രോബ്ലം നൗ എ ഡേയ്സ്. അടുത്തത്, നിങ്ങൾ എത്രത്തോളം കുടിക്കാതിരിക്കുന്നോ അത്രയും നല്ലത്. ഇപ്പോൾ ഓരോരുത്തർ ഈ കുടിച്ചിട്ടൊക്കെ വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ സാധാരണ വീടുകളിൽ കേൾക്കാറുള്ളതല്ലേ, നിങ്ങൾ എത്രത്തോളം കുടിക്കാതിരിക്കുന്നോ അത്രയും നല്ലത്. അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ദി ലെസ് യു ഡ്രിങ്ക് ദി ബെറ്റർ ഇറ്റ് ഈസ്. അതുപോലെ ഇതേ സെൻറ്റൻസ് നമുക്ക് വേറെ രീതിയിൽ യൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾ എന്നോട് എത്രത്തോളം സംസാരിക്കാതിരിക്കുന്നു എനിക്ക് അത്രയും നല്ലത് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ദി ലെസ് യു ടോക്ക് ദി ബെറ്റർ ഇറ്റ് ഈസ്. അടുത്തത്, എവിടെ ഇംഗ്ലീഷിൽ പ്രാവീണ്യമുണ്ടോ അവിടെ ജോലിയുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? വേർ ദർ ഈസ് പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ് ദർ ഈസ് ജോബ്. ഈ സെൻറ്റൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് റിലേറ്റബിൾ ആയിരിക്കും നിങ്ങൾക്ക്. കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം, ഇംഗ്ലീഷ് പഠിക്കാതെ നമുക്ക് എവിടെയും ജോലിക്കുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളത്. അടുത്ത സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ പ്രകടിപ്പിക്കത്തില്ലേ, ഓരോ സെൻറ്റൻസ് ഇങ്ങനെ പറയത്തില്ല, ഓ എനിക്കത് കഴിഞ്ഞിരുന്നെങ്കിൽ. അങ്ങനത്തെ ഒരു സെൻറ്റൻസാണ് എനിക്ക് കാശ്മീരിൽ പോകുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ വിഷ് ഐ കുഡ് ഗോ ടു കാശ്മീർ. ഇതുപോലെ നമുക്ക് എനിക്ക് മൂന്നാർ പോകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ വിഷ്, എനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിലാണ് ഐ വിഷ് ഐ കുഡ് ഗോ ടു മൂന്നാർ. അടുത്ത സെൻറ്റൻസ്, ഞാൻ എൻ്റെ സ്വന്തം കാലിലാണ് നിൽക്കുന്നത്. ഞാൻ മറ്റാരുടെയും സപ്പോർട്ട് കൊണ്ടല്ല നിൽക്കുന്നത്, ഞാൻ എൻ്റെ സ്വന്തം കാലിലാണ് നിൽക്കുന്നത്. അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ സ്റ്റാൻഡ് ഓൺ മൈ ഓൺ ഫീറ്റ്. ഐ സ്റ്റാൻഡ് ഓൺ മൈ ഓൺ ഫീറ്റ്. ഞാൻ ഈ പറഞ്ഞു പോകുന്ന ഈ സെൻറ്റൻസുകളൊക്കെ നോട്ടായിട്ട് എഴുതി വെച്ചാൽ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അടുത്ത സെൻറ്റൻസ്, ദൈവത്തിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ ദൈവത്തിൽ നല്ല രീതിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരെ പറയുന്ന പേരാണ് സ്റ്റോഞ്ച് ബിലീവർ. അപ്പം ദൈവത്തിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ് ഐ ആം എ സ്റ്റോഞ്ച് ബിലീവർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവൻ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവനാണെന്ന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഹീ ഈസ് എ സ്റ്റോഞ്ച് ബിലീവർ. അതിനി അവളാണെങ്കിലോ? ഷീ ഈസ് എ സ്റ്റോഞ്ച് ബിലീവർ. അടുത്ത സെൻറ്റൻസ്, ദിലീപ് അടിവെച്ച് മുന്നേറുകയാണ്. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ദിലീപ് ഈസ് പ്രോഗ്രസിങ് ഗ്രാജുവലി. അതുപോലെ നമ്മുടെ ഓരോ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ നല്ല സക്സസ്ഫുൾ ആകുമ്പോഴത്തേക്കിനും നമ്മളിങ്ങനെ പറയത്തില്ലേ, ഓ അവൻ നല്ല രീതിയിൽ പ്രോഗ്രസ് ആവുന്നുണ്ട്. അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഹീ ഈസ് പ്രോഗ്രസിങ് ഗ്രാജുവലി. അടുത്ത സെൻറ്റൻസ്, അവന് പുകവലിക്കാതിരിക്കാൻ കഴിയത്തില്ല. അപ്പം അവന് പുകവലിക്കാതിരിക്കാനേ വയ്യ. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ഹീ കാൺട്ട് ഹെൽപ്പ് സ്മോക്കിംഗ്. ഹീ കാൺട്ട് ഹെൽപ്പ് സ്മോക്കിംഗ്. ഇതുപോലെ ഹാബിറ്റ് ചേഞ്ച് ആവുന്നതനുസരിച്ച് നമുക്ക് വേറെ സെൻറ്റൻസ് മേക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത സെൻറ്റൻസ്, ഇക്കാലത്ത് ആരാണ് പുക വലിക്കാത്തത്? നമ്മളിങ്ങനെ പറയത്തില്ലേ പൊതുവേ, ഇക്കാലത്ത് ആരാ ഈ പുക വലിക്കാത്തത്? അതിൻ്റെ ഇംഗ്ലീഷാണ് ഹൂ സ്മോക്സ് ദീസ് ഡേയ്സ്. ഹൂ സ്മോക്സ് ദീസ് ഡേയ്സ്. അടുത്തത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നൊരു സെൻറ്റൻസ് തന്നെയാണ്, ഏത് പത്രമാണ് നിങ്ങൾ വരുത്തുന്നത്? നമ്മൾ മിക്കവർക്കും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ ഇത്. ഏത് പത്രമാണ് നിങ്ങൾ വരുത്തുന്നത്? അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം? വിച്ച് ന്യൂസ് പേപ്പർ ഡു യു സബ്സ്ക്രൈബ് ടു? വിച്ച് ന്യൂസ് പേപ്പർ ഡു യു സബ്സ്ക്രൈബ് ടു? ഇപ്പം ചിലർ ഓരോ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ട് അതിൻ്റെ ആൻസർ നമുക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ അവർ പറയത്തില്ലേ, ഓ ഇവനെങ്ങും ഒന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ സാധാരണ പറയും, എനിക്കറിയാവുന്നത് എനിക്കറിയാം. അതിൻ്റെ ഇംഗ്ലീഷാണ് ഐ നോ വാട്ട് ഐ നോ. ഐ നോ വാട്ട് ഐ നോ. അപ്പം ഇത്രയും സെൻറ്റൻസ്, ഈ പഠിപ്പിച്ച ഇത്രയും സെൻറ്റൻസ് നിങ്ങൾ നല്ല രീതിയിൽ ബൈ ഹാർട്ട് ചെയ്താൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻസിക്ക് നല്ല രീതിയിൽ അത് ഉപകാരപ്പെടും. സീ യു നെക്സ്റ്റ് ടൈം ഗൈസ്.